കുറേ സാധനമുണ്ട്. ഞാൻ ഭയങ്കര കൈയടിച്ചു ഒക്കെ അടിപൊളിയായിരുന്നു. അതൊരു 3 സീൻ രോമാഞ്ചമാണ്. അവൻ്റെ ആ ഒരു പൊളിയായിട്ട് വേറെ ഇടി പൊളിയായിരുന്നു. നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ജോണേഴ്സ് കുറവാണ്. സോ ഇപ്പോൾ ഫാമിലി ആയിട്ടും വന്നിരുന്ന് കാണാൻ പറ്റുന്ന വേറെ ലെവൽ പടമാണ്. അടിപൊളി കിൻഡലിടി. RDX ശേഷം പെപ്പയുടെ മറ്റൊരു ഇടിപ്പടം കൂടിയായ ദാവീദിലെ വിശേഷങ്ങളിലേക്കാണ്. ടീം വൈസൊക്കെ നോക്കിയാലും അടിപൊളിയാണ്. അത്യാവശ്യം ഒരു സ്പോർട്സ് ജനർ തന്നെ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പടമായിരുന്നു. പിന്നെ ഫാമിലി എൻ്റർടൈനറാണ്. പെപ്പയുടെ ഇടി പൊളിയായിരുന്നു. പിന്നെ ഭയങ്കര മാസ് മസാല പടമല്ല, സ്പോർട്സ് ആക്ഷൻ. അത്രയും ഹൈ മൊമെന്റ്സ് ഇല്ല ബ്രോ. എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റിയൽ ലൈഫ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഇടിയുടെ ആ ഒരു മനസ്സിലായില്ലേ, ഫുൾ ടൈം ഇടിയെ പ്രതീക്ഷിച്ച് പോകരുത്. എന്നാലും നല്ല നല്ല സിനിമയാണ്. ഒരു എബോ ആവറേജ് ഫീൽ. മേക്കിംഗ് നൈസ് ആയിരുന്നു. എഡിറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സൂപ്പറായിരുന്നു. അതൊരു 3 സീൻ രോമാഞ്ചമാണ്. അവൻ്റെ ആ ഒരു പൊളിയായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ കൂകി വിളിക്കുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പണൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിഗറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആക്ടർ കൂടെ ശരിക്കും നമുക്ക് തോന്നും ഒറിജിനൽ ബോക്സർ ആണോ എന്ന് തോന്നിപ്പോകുന്ന ലെവലിലാണ്. ഇത് കൊള്ളാം, അടിപൊളിയാണ്. പെപ്പയുടെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഫൈറ്റും അടിപൊളിയായിരുന്നു. എല്ലാം ഫാമിലി ആയിട്ട് വന്നിരിക്കാം. കൂടുതലും ബോയ്സിനെ ആയിരിക്കും താല്പര്യം. പെപ്പയുടെയൊക്കെ ആക്ടിങ് ആണെങ്കിലും വേറെ ലെവലായിരുന്നു. ഇപ്പോൾ വില്ലനാണെങ്കിൽ ഈക്വൽ ആയിരുന്നു, അതുപോലെ അഭിനയിച്ചു. പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ജോണേഴ്സ് കുറവാണ്. സോ ഇപ്പോൾ ഫാമിലി ആയിട്ടും വന്നിരുന്ന് കാണാൻ പറ്റുന്ന വേറെ ലെവൽ പടമാണ്. ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും ഒരു നൈസ് പടം. മേക്കിംഗ് കൊള്ളാം ചേട്ടാ, ഒരു രക്ഷയില്ല. നൈസായിരുന്നു. RDXന്റെ ലെവലിലെങ്കിലും പടം നൈസാണ്. പടം കൊള്ളാം. ഫാമിലി ഓക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ് എന്തായാലും. RDX പോലെ രണ്ടും വേറെ വേറെ ഒരു എക്സ്ട്രീം ലെവൽ ഇതാണ്. അപ്പോൾ നമുക്ക് കമ്പയറബിൾ അല്ല. ബട്ട് ഇടിപ്പടമാണ്, കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പെപ്പയുടെ സാഗ് നൈസായിരുന്നു. പിന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. നൈസ് ആക്ടിങ് ഒക്കെ ആയിരുന്നു. സെറ്റായിരുന്നു. ഒരു ഇടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഇടിയാണ്. നല്ലോണം പണി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലോണം പഠിച്ച് ബോക്സിങ് പഠിച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ RDX പക്ഷേ ഇതുപോലത്തെ ഒരു പടമല്ല. ഇത് കുറച്ച് ഫാമിലി ഇമോഷൻ ബേസ്ഡ് കഥയാണ്. പക്ഷേ എന്തോ എനിക്ക് വർക്ക് ചെയ്തില്ല, ബോറടിക്കുന്നില്ല. പെപ്പയുടെ പെർഫോമൻസ് നന്നായിരുന്നു. വിജയരാഘവൻ അടിപൊളിയായിരുന്നു. ടോട്ടൽ ഓൾ ടുഗദർ നല്ല പടം. വെറും ഫൈറ്റല്ല, ഞാൻ പറഞ്ഞ പ്രേക്ഷകനെ കൊണ്ടുപോകുന്ന ഫൈറ്റാണ്. പ്രേക്ഷകനെ ക്യാരി ചെയ്യുന്ന പടമാണ്. കാണേണ്ട പടമാണ്. മസ്റ്റ് വാച്ച് ഫിലിം. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. ഇടിപ്പടം അടിപൊളി. കിൻഡലിടി. വിജയരാഘവനും അടിപൊളി, സൂപ്പർ, അടിപൊളി. അടിപൊളി എല്ലാം മൊത്തത്തിൽ ജസ്റ്റിൻ ഒറീസ് മ്യൂസിക് എല്ലാം കൊണ്ടും അടിപൊളി പടം. വിന്നറാണ് പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു സാധാരണ പടം, അത്ര ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഭയങ്കര ഹൈപ്പില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഭയങ്കര ഹൈപ്പ് എന്നല്ല പറയാൻ പറ്റില്ല, പക്ഷേ പടം ഒരിക്കലും ബോറാക്കി തോന്നിയിട്ടില്ല. നല്ലൊരു പടം. ഒരു സാധാരണ ഇടത്തുനിന്ന് വരുന്നൊരു സാധാരണ ഒരു പടം. ഭയങ്കര ആക്ഷൻ പടം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സാധാരണ പടം. ഒരു RDX എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ആക്ഷൻ അല്ലേ. ഇത് പക്ഷേ ആൻ്റണി പെപ്പയുടെ കുറച്ച് അഭിനയവും നല്ലൊരു സ്പോർട്സ് പടം. പടം നന്നായിട്ടുണ്ട്. കാരണം അത്യാവശ്യം പ്രതീക്ഷിച്ചു. ട്രെയിലർ കണ്ടപ്പോൾ ടെക്നിക്കലൈസ് കണ്ടപ്പോൾ പ്രതീക്ഷിച്ച് ഭയങ്കര രസം. കാരണം പെപ്പ എല്ലാവരും ഇവിടെ ഇടി ആ ഒരു സംഭവം അത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്ക് അവസാനത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവരും ടൈലൻഡ് ക്ലൈമാക്സ് സംഭവം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം. പ്രശ്നം പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അടുത്തിരിക്കുന്നതിനോട് പറഞ്ഞു, ഇടാ നോക്കിയിട്ട് അരി സാധനം ഇങ്ങനെ സംഭവം എനിക്ക് അത്ര ഉറപ്പായിരുന്നു. പക്ഷെ ഭയങ്കര വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആ പുള്ളിയുടെ അഭിനയമാണെങ്കിൽ എല്ലാവരും അഭിനയം, ആ വില്ലൻ്റെയൊക്കെ ആ ഒരു ഇത്. പക്ഷേ ഏറ്റവും രസം പറഞ്ഞാൽ പുള്ളി ശരിക്കും പഠിച്ചിട്ടുള്ള ആളാണ് ഒരു വില്ലൻ. പുള്ളി ഇതിങ്ങനെ പുള്ളി 6 മാസം ട്രെയിൻ, മറ്റേ പുള്ളി പഠിച്ചിട്ടുണ്ട്. മീൻസ് ട്രെയിനാണെങ്കിൽ ഭയങ്കര എല്ലാം കാണേണ്ട പടമാണ്. എനിക്ക് വൈസ് വെറും പൊളി. മീൻസ് നമ്മൾ ആ എല്ലാം സ്ഥിരം കാണുന്ന ഒരു സംഭവം തന്നെ. അതായത് ഈ കളർ വൈസും ആ ഒരു കളർ എല്ലാ ജിമ്മിൽ, അതായത് സിനിമയാണെങ്കിൽ ലൈഫിലാണ് ഒരു കളർ ടോണുണ്ട്. അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെപ്പയെ പറയണ്ടല്ലോ, ആളുടെ ആ ഒരു അഭിനയമൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ കൂടുതൽ പറയേണ്ടത് ബാക്കിയുള്ള കാസ്റ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് അതെ, നമുക്ക് ഓരോന്നിലും ഇങ്ങനെ കൈയടിച്ച് എല്ലാം അതെ രോമാഞ്ചം കൊള്ളിക്കും. സെക്കൻഡ് ഹാഫും നല്ല അടിപൊളിയാണ്. കണ്ടു നോക്കണം, മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നല്ല സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. ഫോണിലും അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ വെറും അടിപൊളിയായിട്ട് ചെയ്തു. നല്ലൊരു എൻ്റർടൈനറായിട്ട് തോന്നി. ഇമോഷണൽ കണക്ഷനും കൂടി ഉണ്ട് പടത്തിൽ. അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. അടിപൊളിയാണ്.
പെപ്പയുടെ എഫേർട്ട് അതെ വേർത്തി ആയിട്ട് തന്നെ തോന്നി സ്ക്രീനിൽ അതും മറ്റേ ഒപ്പോണൻ്റ് ആയിട്ട് അഭിനയിച്ച ആൾ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ട് ഡെഫിനറ്റ്ലി കുറേ സാധനമുണ്ട്. ഞാൻ ഭയങ്കര കൈയടിച്ചു ഒക്കെ അടിപൊളിയായിരുന്നു. ഫാമിലിക്കും കാണാൻ പറ്റും. ഈ സാധാരണ പെപ്പയുടെ അല്ലെങ്കിൽ അങ്ങനെ ഇടിപ്പടങ്ങളെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമല്ലോ, ഫാമിലിക്ക് പറ്റില്ല. പക്ഷേ ഇത് ഫാമിലി കൂടി കാണുക, അങ്ങനത്തെ കുറേ ഇമോഷൻസും കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി വർക്കായി പടം. ബോക്സിംഗ് പാർട്ടൊക്കെ നമുക്ക് അങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നത്തില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ കാണണം തോന്നും. കാരണം ആ എഫക്റ്റ് നമുക്ക് കിട്ടും. BGM ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ആ ഫീല് കിട്ടുന്നുണ്ട്.